പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ബസ്സിലുണ്ടായിരുന്നു. പരിക്കേറ്റവരെ കോന്നി താലൂക്ക് ആശുപത്രി, കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, ഈ അപകട കാരണം എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഈ പരിക്കേറ്റവരെ 2 ആശുപത്രികളായാണ് ചികിത്സിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? റോഷ്നി, ഇന്ന് രാവിലെ അപകടം സംഭവിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആ റോഡ് കാണാൻ സാധിക്കും. ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണ്. വാഹനങ്ങളൊക്കെ നല്ല വേഗതയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, റോഡിൻ്റെ വീതി വളരെ കുറവാണ്. ഇത് കോന്നി കുമ്പഴ പ്രധാനപ്പെട്ട ഒരു പാതയാണ്. പത്തനംതിട്ടയിലേക്കുള്ള പ്രധാനപ്പെട്ട പാത കോന്നിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പാത കൂടിയാണ്. 2 ബസ്സുകളും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് ഒരു കലുങ്ക് കാണാൻ സാധിക്കും. ഈ കലുങ്കിൻ്റെ ഭാഗത്ത് അല്പം റോഡിന് ഉയരക്കൂടുതലുണ്ട്. ഇന്ന് രാവിലെ ചെറിയ ചാറ്റൽ മഴ പത്തനംതിട്ടയിൽ പെയ്തിരുന്നു. ആ ചാറ്റൽ മഴയും ഈ അപകടത്തിനൊരു കാരണമാണ്. കാരണം നല്ല വേഗതയിലെത്തിയ ബസ് ഈ ഭാഗത്ത് വന്നപ്പോൾ എതിർവശത്ത് നിന്ന ബസ് കണ്ടു, ആ ഡ്രൈവർ കണ്ടു. പക്ഷേ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം തെന്നി ചെന്ന് മുൻവശത്ത് എതിർവശത്ത് നിന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. രാവിലെ 7:45 സമയമായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ, യാത്രക്കാർ ആ വണ്ടിയിലുണ്ടായിരുന്നു. നാട്ടുകാരാണ് വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടം നടന്ന സ്ഥലത്തേക്ക് ആളുകൾ പെട്ടെന്ന് ഓടിയെത്തി. ഇവിടെ അടുത്ത് തന്നെയുള്ള കോന്നി മെഡിക്കൽ കോളേജിലേക്കും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും പരിക്കേറ്റവരെ മാറ്റി. 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 ബസ്സിലെയും ഡ്രൈവർമാർക്ക് നല്ല പരിക്കുണ്ട്. കാരണം ഡ്രൈവർമാരിരുന്ന ഭാഗത്താണ് ഈ കൂട്ടിയിടി സംഭവിച്ചിരിക്കുന്നത്. ഡ്രൈവർമാരെ പെട്ടെന്ന് തന്നെ പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് അമിത വേഗതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നാട്ടുകാർ പറയുന്നത് ഈ റോഡിൽ കൂടി, അത് ബസ്സുകൾ മാത്രമല്ല മറ്റു വാഹനങ്ങളെല്ലാം തന്നെ നല്ല വേഗതയിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഈ റോഡിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നോക്കാം. ആ കാണുന്ന ഭാഗം നല്ല സ്ട്രെയിറ്റ് റോഡാണ്. നല്ല വേഗതയിൽ വാഹനങ്ങൾ ഇറക്കമിറങ്ങി വരും. ഇതിൻ്റെ എതിർവശത്തും സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. പക്ഷേ ഈ കലുങ്കുള്ള ഭാഗത്തൊരു വളവുണ്ട്. അതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇന്ന് രാവിലെയും അത് തന്നെയാണ് അപകടത്തിന് കാരണമായത്. കാരണം ഈ വളവിൽ ഒരു താഴ്ചയുള്ള ഭാഗമാണ്. വേഗതയിൽ വരുന്ന ബസ് അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എതിർവശത്ത് നിന്നും പെട്ടെന്ന് ബസ് കയറി വന്നു. ബ്രേക്ക് പിടിച്ചെങ്കിലും നിരങ്ങി ചെന്ന് ആ ബസ്സിൻ്റെ മുൻവശത്ത് ഇടിക്കുകയായിരുന്നു. 2 ബസ്സും നേർക്കുള്ള ഇടി തന്നെയായിരുന്നു. ഈ കലുങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നാട്ടുകാർ ഒരു പരാതി പറയുന്നത്, ഒന്ന് ഈ വാഹനങ്ങളുടെ വേഗത അത് വളരെയധികം സൂക്ഷിക്കണം. മറ്റൊന്ന് റോഡിൻ്റെ ഈ ഒരു അശാസ്ത്രീയത, ഈ ഭാഗത്ത് ഉയരക്കൂടുതലുള്ളത് അത് ഈ റോഡിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് അല്പം ഉയർന്നാണ് നിൽക്കുന്നത്. അത് റോഡിൻ്റെ മറ്റുള്ള ഭാഗങ്ങളോട് ചേരത്തക്ക രീതിയിൽ നിരപ്പ് തന്നെ ആക്കണം എന്ന ഒരു അഭിപ്രായം കൂടി നാട്ടുകാർക്കുണ്ട്. ഏതായാലും 20ലധികം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെല്ലാം ഉടൻ തന്നെ 2 ആശുപത്രികളിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. റോഷ്നി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.